ഇവിടെ ഒപ്പത്തിനൊപ്പം പിടിച്ചവര് സെക്കൻഡ് ലൂസേഴ്സിലേക്ക് വരികയാണ്. ഒന്നാം ട്രാക്കിൽ വരുന്നത് 5-ാം നമ്പർ വള്ളം സെന്റ് പയസ് വള്ളമാണ്. സെന്റ് പയസ് സ്പോർട് ക്ലബ്ബ് മങ്കമ്പ് സജി വർഗീസ് ക്യാപ്റ്റനായിട്ട്, ആന്റണി ജോസഫ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ വരുന്നത് ഒന്നാം തുഴയില് ഒന്നാം പങ്കായത്തിൽ വരുന്നത് ജോച്ചനും കുഞ്ചറിയായും ജോസും വരുമ്പോൾ ഒന്നാം തുഴയിൽ വരുന്നത് ജിഷ്ണുവാണ്. താളത്തിൽ വരുന്നു മോനിച്ചനും അഭിയും സുബിയും ഗോകുലും വരികയാണ്. എങ്കിൽ രണ്ടാം ട്രാക്കിൽ വരുന്നത് 1-ാം നമ്പർ വള്ളം തലവടി ചുണ്ടന് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി. വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനഗരിയുടെ തലവടി വരികയാണ്. ബിനു HS പുതുവല് ജോസ് പുതിയാറ ക്യാപ്റ്റനായിട്ട് കടന്നു വരികയാണ്. അതിന്റെ ശരത്ത് എസ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരികയാണ്. എങ്കിൽ ദീപക് കൊല്ലം 1-ാം പങ്കായത്തില് സന്തോഷ് ശരത്ത് ജിതിൻ എന്നിവർ വിഷ്ണു എന്നിവർ പങ്കായത്തിലും ദീപക് പൊന്നപ്പനും അരോമനും ജിഷ്ണുവും അജയും അനിനും ജിബുവും ഒക്കെ ഒന്നാം തുഴച്ചിലും ഒന്നാം ഒറ്റത്തുഴയിലും വരുമ്പോൾ അതെ മഹേഷും കാളിദാസനും ആൽബർട്ടും ഒക്കെ താളത്തിൽ വരികയാണ്. എങ്കിൽ 3-ലൂടെ വരുന്നത് 8-ാം നമ്പർ വള്ളം ചമ്പക്കുളമാണ്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് ജോസി ജോൺ മങ്ങാട് പ്രസന്നകുമാർ ക്യാപ്റ്റനായിട്ട്, അതെ ബെൻസി 3 തൈക്കല് അതെ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരികയാണ്. എങ്കിൽ 4-ൽ വരുന്നത് കാരിച്ചാലാണ്. 12-ാം നമ്പർ വള്ളം തെക്കേക്കര ബോട്ട് ക്ലബ്ബ് TBC ലിനു ബാലാത്ര ആൻഡ് നെയ്തൻ ബാലാത്ര അതെ കുമാർ ലീഡിംഗ് ക്യാപ്റ്റൻസില്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തില് ഒരു പിഞ്ചു കുഞ്ഞ് 1 വയസ്സ് തികയുവാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ അയർലൻഡിൽ ജനിച്ച വിദേശി അത് ആ കൊച്ച് ഈ കാരിച്ചാൽ ചുണ്ടന്റെ ക്യാപ്റ്റനായി എത്തുകയാണ്. കാരിച്ചാലിന്റെ ചരിത്രമുണ്ട്, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലേ. 74, 75, 76, 80, 82, 83, 84, 86, 87, 2000, 2001, 2003, 2008, 2011, 2016, 2024 അങ്ങനെ 16 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയവര്. മറ്റൊരു ചരിത്രം കൂടി കാരിച്ചാലിനുണ്ട്. ഈ പുന്നമടയുടെ ഏറ്റവും വേഗത കൂടിയ ജലരാജൻ അത് കാരിച്ചാലാണ്. 2017 വേമ്പനാട് ബോട്ട് ക്ലബ്ബ് ഇട്ട 4 മിനിറ്റ് 14.82 സെക്കൻഡ് 2024 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കടത്തിവെട്ടി 4 മിനിറ്റ് 14.35 സെക്കൻഡ് കൊണ്ട് ചരിത്രത്താളുകളില് തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. അങ്ങനെ കാരിച്ചാലേ നീ എത്ര സുന്ദരിയായ മുത്താണ്. കാരിച്ചാലിന്റെ രോമാഞ്ചമാണ് ലോകമെമ്പാടും. കാരിച്ചാൽ എന്ന പേര് കേട്ടാൽ കുളിരാകും. പുന്നമട കുളിരായി മാറി. പണ്ഡിജിയുടെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കാപ്പ് 16 തവണ നേടിയവര്. എങ്കിൽ ചമ്പക്കുളമുണ്ട്, വിട്ടുകൊടുക്കത്തില്ല. 89, 90, 91, 94, 95, 96, 98, 2009, 2014 അന്നും ആ സമയത്ത് റെക്കോർഡിട്ടതാണ് UBC കൈനഗരി 4 മിനിറ്റ് 33.18 സെക്കൻഡ് കൊണ്ട്. അങ്ങനെ ചരിത്രം പറയുന്ന 4 ജലരാജാക്കന്മാർ സെന്റ് പയസും തലവടിയും ചമ്പക്കുളവും കാരിച്ചാലും തുഴഞ്ഞ് പുന്നമടയുടെ ഓളപ്പരപ്പിലൂടെ കുതിച്ചു വായുമ്പോൾ ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് ഷൈജു ദാമോദരനിലേക്ക് കൈമാറുകയാണ്. താങ്ക് യു. കമന്ററി ബോക്സിൽ കുതിച്ചു പായുന്ന ജോളിക്കും താങ്ക് യു. ഇത് സമാനതകളില്ലാത്ത അനുഭൂതിയുടെ നിമിഷങ്ങളാണ്. കാഴ്ചയുടെ കേൾവിയുടെ മാന്ത്രികതയിൽ നാം നമ്മളെ തന്നെ മറന്നു പോകുന്ന നേരങ്ങളാണ് പുന്നമടയിൽ. ജീവിതത്തിന്റെ ഓർമ്മച്ചപ്പിൽ എക്കാലത്തും ചില്ലിട്ട് വെക്കാനുള്ള ദൃശ്യവിസ്മയമാണ് നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുന്നത്. ലോക ജനത കണ്ണിറയെ കാണുന്ന മലയാളത്തിന്റെ മനോഹാരിതയാണ് കേരളം. ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഓരോ സെക്കൻഡിലും മുദ്ര ചെയ്യപ്പെടുന്ന അവിസ്മരണീയ കാഴ്ചാ മുഹൂർത്തങ്ങളാണിത്. ചിങ്ങവയിലും കായലിന്റെ ലയവും അഴകിൽ മിഴിവാർന്ന ചുണ്ടൻ വള്ളങ്ങളും. കായിക ലോകത്ത് ഏറ്റവും താളനിബദ്ധമായ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ അത് വള്ളംകളി മാത്രമാണ്. ആധുനിക ലോകത്തിന് മുന്നിൽ കൊച്ചു കേരളത്തിന്റെ കൾച്ചറൽ സ്പോർട്ടിംഗ് ഫിനാലെ the NTBR 2026. The world of വള്ളംകളി has only one capital, ആലപ്പുഴ. Its theater, the പുന്നമട. ഇതാ 2ാം ലൂസേഴ്സ് ഫൈനൽ അവസാനത്തെ 100 മീറ്ററിലേക്ക് കടക്കുകയാണ്. ട്രാക്ക് 1-ൽ സെന്റ് പയസ്, ട്രാക്ക് 2-ൽ തലവടി, ട്രാക്ക് 3-ൽ ചമ്പക്കുളം, ട്രാക്ക് 4-ൽ കാരിച്ചാൽ. 16 വട്ടം നെഹ്റു ട്രോഫി മാറോടണച്ച കാരിച്ചാലാണോ? അല്ല, 2ാം ട്രാക്കിൽ തലവടിയാണ്. കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴയുന്ന കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാക്കളായ ക്ലബ്ബ് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴയുന്ന തലവടി ചുണ്ടനാണ്. ട്രാക്ക് 2-ൽ ഇപ്പോൾ ഒന്നാമത് വരുന്നത് തലവടി. തലവടി.
തലവടി തല തലവടി തല തലവടി തല തലവടി തല തലവടി തല തലവടി തല തലവടി ചുണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് പറന്നു കയറുകയാണ്. ആരാണ്? വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി, രാമങ്കരി, മിത്രക്കരി, കുമരങ്കരി, അമ്പുഴക്കരി, കൈനഗരി, കൈനഗരി, കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ തലവടി ചുണ്ടനിൽ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് ഒന്നാമതായി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കാരിയാണോ ചമ്പക്കുളമാണോ? യെസ്, കാരിച്ചാൽ, കാരിച്ചാലാണ്. യെസ്, നാലാം ട്രാക്കിൽ കാരിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുന്നു. ഇൻ ദ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ഓവർ ടു ഡിയർ ഫ്രണ്ട് സജി ഡി ഹരിപ്പാട്. താങ്ക് യു ശ്രീ ഷൈജു ദാമോദരൻ. ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം, ആവേശകരമായ മത്സരം സമാപിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിന് മുമ്പുള്ള ഒരു ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ മത്സരം. 72ാമത് ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ജലമേളയുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം. പ്രാഥമിക മത്സരത്തിൽ സമയക്രമമനുസരിച്ച് വന്ന സ്ഥാനത്തിന് അടിസ്ഥാനമാക്കി മത്സരത്തിൽ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാം ട്രാക്കിൽ നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം. രണ്ടാം ട്രാക്കിൽ പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പുണ്യാളൻ നിരണം. മൂന്നാം ട്രാക്കിൽ ചെറുതന NBC നാട്ടകം ബോട്ട് ക്ലബിന്റെ ചെറുതന. നാലാം ട്രാക്കിൽ ആത്മൂക്കര ചുണ്ടൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ ആത്മൂക്കര. അങ്ങനെ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിനായി 4 ജലരാജാക്കന്മാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? നമ്മുടെ പുരാണങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന പഴക്കവും പാരമ്പര്യവും വള്ളത്തിനും വള്ളംകളികൾക്കുമുണ്ട്. നമുക്കറിയാം, രാമായണത്തിൽ ശ്രീരാമനും കൂട്ടരും ഗുഹന്റെ തോണിയിൽ യാത്ര ചെയ്യുന്നതായി പറയപ്പെടുന്നുണ്ട്. ഗുഹന് അത് ആഘോഷമായിരുന്നു, ആവേശമായിരുന്നു. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ രചയിതാവായ വേദവ്യാസന്റെ ജനന പശ്ചാത്തലം പോലും നൗകയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് വന്ന കാളിദാസ കൃതികളിലും നൗകാ പരാമർശങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഇതിഹാസ പുരാണ കാവ്യാദികൾ കഴിഞ്ഞ് ഇങ്ങ് ചരിത്ര കാലഘട്ടത്തിലെത്തുമ്പോൾ ദക്ഷിണ ഭാരതത്തിലെ ചോള പാണ്ഡ്യ രാജാക്കന്മാർ നൗകകളിൽ താല്പര്യമുള്ളവരായിരുന്നു. ഞാൻ പറയുമ്പോൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ഒന്നാം ട്രാക്കിൽ KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിരണം ഒന്നാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ സുരേഷ് നാഷ്ടാന്തരയാണ് അതിന്റെ ഒന്നാം പങ്കായമെങ്കിൽ അജീഷ് കുമരകമാണ് അതിന്റെ ഒന്നാം തുഴയെങ്കിൽ രണ്ടാം ട്രാക്കിൽ പുണ്യാളൻ നിരണമാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ് എന്ന കരുത്തുറ്റ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ പുണ്യാളൻ നിരണൻ കടന്നു വരുന്നു. റെന്നി ഫിലിപ്പോസ് ക്യാപ്റ്റനായിട്ടുള്ള സുനിൽകുമാർ PR ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പുണ്യാളൻ നിരണത്തിന്റെ ഒന്നാം പങ്കായത്തിൽ സതീഷ് കരിവേലിലാണെങ്കിൽ അതിന്റെ ഒന്നാം തുഴയിൽ അരുൺകുമാർ CP ആണ്. മൂന്നാം ട്രാക്കിൽ ചെറുതനയാണ്, അഴകിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുതന. NBC നാട്ടകം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന. സന്തോഷ് കുമാർ MP അതിന്റെ ക്യാപ്റ്റനെങ്കിൽ റോച്ച C മാത്യു അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. ഷാജിമോൻ കാവാലമാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ഷാജിമോൻ കാവാലമാണ് അതിന്റെ പങ്കായമെങ്കിൽ വിജിൽ കൈനഗരിയാണ് അതിന്റെ ഒന്നാം തുഴ. അതുപോലെ നാലാം ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടനാണ്. ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നത്. രാഹുൽ പ്രകാശാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ജിഫി ഫെലിക്സ് നടുവിലെ പറമ്പനാണ് ഒന്നാം പങ്കായമെങ്കിൽ ഒന്നാം തുഴയിൽ അനിമോൻ വാഴയിലാണ്. അങ്ങനെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള വിജയഗാഥകൾ പലവട്ടം പാടിയിട്ടുള്ള നിരണവും പുണ്യാളനും ചെറുതനയും അർപ്പൂക്കരയും ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? അരയെന്നെ കിളിച്ചുണ്ടൻ തോണിയാണ്, അമ്മാന കളിത്തോണിയാണ്, പൊന്നും വിളക്ക് തെളിഞ്ഞ പോലെയാണ്, ആളലങ്കാരത്തോട് ആലോമച്ചേകോർ വേളിക്ക് പുറപ്പെട്ട ചിറകുതോണിയാണ്, തുമ്പോലാർച്ചയ്ക്ക് കുളിരു കോരാൻ തുമ്പപ്പൂ കുടഞ്ഞിട്ട പൂന്തോണിയാണിത്. അതെ, 4 പൂന്തോണികള് നിരണവും പുണ്യാളനും ചെറുതനയും ആർപ്പൂക്കരയും ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഇരുകരകളിൽ നിൽക്കുന്ന ജലോത്സവ പ്രേമികളെ ആവേശ
ആവേശം കൊള്ളിച്ചുകൊണ്ട് അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പ് തുള്ളികളും പുന്നമട കായലിലെ ജലത്തുള്ളികളും സമന്വയിച്ചുകൊണ്ട് ആവേശത്തിന്റെ അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് പുന്നമട കായലിന്റെ ഓളവും തീരവും ഇന്ന് ആവേശത്തിന്റെ ആലിംഗനങ്ങളാൽ തഴുകപ്പെട്ടിരിക്കുകയാണ്. തിരപ്പുറത്ത് ഉത്സവ ലഹരിയാണ്, അതുപോലെ കരപ്പുറത്തും ഉത്സവ ലഹരിയാണ്. നെഞ്ചിടിപ്പിന് മിന്നൽ പിണറിന്റെ വേഗത കൈവരിക്കാൻ പോകുന്ന ഫൈനൽ മത്സരത്തിന് തൊട്ടുമുന്നായുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ നിരണം, 2-ൽ പുണ്യാളൻ നിരണം, 3-ൽ ചെറുതന, 4-ൽ ആർപ്പൂക്കര. ശേഷം വിവരണത്തിന് ഓവർ ടു ജോളി എതിരേറ്റു. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിച്ച് ഫിനിഷിംഗിനോട് അടുക്കുകയാണ്. നെഹ്റു ട്രോഫി മാത്രം 2026 നേടണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ കടന്നു വന്നവര് ഭാഗ്യം തുണയ്ക്കാതെ പോയത് കൊണ്ട് ലൂസേഴ്സ് ഫൈനലിലേക്ക് മാറ്റപ്പെട്ടവര് ഒന്നാം ട്രാക്കിൽ വരുന്നത് 21 നമ്പർ വള്ളം നിരണം ചുണ്ടന്, നിരണം ബോട്ട് ക്ലബ്ബ് KG എബ്രഹാമിന്റെ ബൈജു കുട്ടനാടിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കടന്നു വരുമ്പോൾ സുമേഷ് നാഷണന്തറ, ഒന്നാം അമരത്തും ജോൺസണും രതീഷും സന്തോഷും ബിനോയും ഒക്കെ പങ്കായത്തിലും അജീഷ് കുമരവും സിയാദും ഷാബുവും സുധീഷും അമലും ആരോമും ചാച്ചൂട്ടിയും ഒന്ന് തുഴച്ചിലും വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ വരുന്നത് 11 നമ്പർ വള്ളം പുണ്യവാളൻ നിരണം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് പുന്നമടയെ വിറപ്പിച്ചിട്ടുള്ളവര് 99-ലും 2004-ലും 5-ലും 6-ലും 7-ലും 10-ലും വിജയിച്ചിട്ടുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. ഇതാ റെനി പീലിപ്പോസിന്റെ സുനിൽ കുമാർ PR-ന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ 3-ലൂടെ വരുന്നത് 7-ാം നമ്പർ വള്ളം ചെറുതന 2004-ല് വിജയിച്ച NBC നാടകത്തിന്റെ സന്തോഷ് കുമാർ MP-യുടെ റോച്ചാസി മാത്യുവിന്റെ നേതൃത്വത്തിൽ. എങ്കിൽ 4-ൽ വരുന്നത് 17-ാം നമ്പർ വള്ളം ജനകീയ ചുണ്ടൻ വള്ളം ആർപ്പൂക്കര ചുണ്ടന്, അത് ജിമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് രാഹുൽ പ്രകാശിന്റെ നേതൃത്വത്തിൽ. ഇത് ഫൈനലാണ്. കട്ടയ്ക്ക് കട്ട കട്ടക്കരിപ്പ് പുന്നമട. ഇതാ കട്ടക്കരിപ്പിലേക്ക്. ഇതാ നിരണമാണോ പുണ്യവാളൻ നിരണമാണോ അതോ ചെറുതനയാണോ ആർപ്പൂക്കരയാണോ? 4-ലെ ആർപ്പൂക്കര കട്ടയ്ക്ക് കട്ടയ്ക്ക് കട്ട 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 കട്ട. ഇതാ കട്ടക്കരിപ്പായി മാറുകയാണ് പുന്നമടയ്ക്ക്. ഇതാ കട്ടക്കരിപ്പായി മാറുകയാണ്. ഇത് ലൂസേഴ്സ് ഫൈനൽ മത്സരം ഒരു ഫൈനലിന് സമമായി കടന്നു പോകുന്നു. നിരണം പുണ്യവാളനും പുണ്യവാളൻ നിരണവും ചെറുതനയും ആർപ്പൂക്കരയും അങ്ങനെ ലൂസേഴ്സ് ഫൈനലിൽ കടന്നു പോകുന്നു. ഇനി കാണികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന 2026-ലെ ടാറ്റ മോട്ടേഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ഫൈനൽ മത്സരം കലാശപ്പോര് മത്സരം ആരംഭിക്കുവാൻ പോകുന്നു. ഒന്നാം ട്രാക്കിൽ വരുന്നത് 20-ാം നമ്പർ വള്ളം മേൽപ്പാളം വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കുപ്പപ്പുറം നബീഷ് കുമാർ സോളി ആൻഡ് വർഗ് സോളി, ജോഷുവ ചാണ്ടി ആൻഡ് മനോജ് ബത്തുതങ്കല്. രണ്ടാം ട്രാക്കിൽ വരുന്നത് 9-ാം നമ്പർ വള്ളം വിയപുരം UBC കൈനഗരി പത്മകുമാർ ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റൻ ജോർജ് തോമസ്. എങ്കിൽ 3-ൽ വരുന്നത് 10-ാം നമ്പർ വള്ളം അരോമ നമ്പർ 1 അരോമ ബോട്ട് ക്ലബ്ബ് പറവൂര് രഞ്ജിത്ത് രാജീവ് കൊച്ചുമോൻ. ബഹുമാന്യരെ, 72ാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയുടെ അവസാന മത്സരത്തിലേക്ക് കടക്കുകയാണ്. 2026-ൽ നടന്ന ഈ ജലമേളയ്ക്ക് 72ാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിക്ക് 5 മിനിറ്റിനുള്ളിൽ തിരശ്ശീല വീഴും. മുഴുവൻ വള്ളംകളി പ്രേമികളും ഇതിനുവേണ്ടി ഒരുപാട് രാവും പകലും ബുദ്ധിമുട്ടിയവരും അവരുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഫലം നമുക്കിപ്പോൾ 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഈ ജലമേള സസന്തോഷം പര്യവസാനിക്കും. അത് കഴിഞ്ഞാൽ സമ്മാനദാനമാണ്. ഈ വേദിയിൽ കടന്നു വന്ന് സമ്മാനം വാങ്ങുന്നത് ജയിച്ച വള്ളത്തിൻ്റെ ക്യാപ്റ്റനും മറ്റൊരാളും മാത്രമായിരിക്കണം. സമ്മാന വേദിയിൽ ഉണ്ടാവുന്ന എല്ലാ അച്ചടക്ക ലംഘനവും തങ്ങളുടെ വിജയത്തെയും തങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളെയും ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും അച്ചടക്കരാഹിത്യം ഈ സമ്മാനദാന വേദിയിൽ ഉണ്ടാവരുത്. ബഹുമാന്യരായ സംസ്ഥാനത്തിൻ്റെ ആദരണീയരായ മന്ത്രിമാർ ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ M ലിജു, കേരളത്തിൻ്റെ ബഹുമാന്യയായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ആദരണീയനായ നമ്മുടെ MP ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, നമ്മുടെ ബഹുമാന്യരായ MLA-മാർ ശ്രീ AD തോമസ്, ശ്രീ റജി ചെറിയാൻ,
ബഹുമാനായ കേരളത്തിന്റെ DGP ശ്രീ റവദ ചന്ദ്രശേഖർ IPS തുടങ്ങി ശ്രീ കുട്ടനാട് MLA ശ്രീ റജി ചെറിയാൻ, ബഹുമാന്യരായ നിരവധി വിശിഷ്ടാതിഥികൾ, വ്യവസായ പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രബലർ ഒത്തിരി പേർ ഇന്ന് ഈ സമ്മാനദാനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ മഹാമേളയ്ക്ക് തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഇതിന് അതിമനോഹരമായി ദൃക്സാക്ഷി വിവരണം പറഞ്ഞ ശ്രീ ഷൈജു ദാമോദരൻ, ശ്രീ ജോളി, ശ്രീ സജി തുടങ്ങി ഒരുപാട് പേരുടെ നിരന്തരമായ പ്രയത്നം നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. മത്സരം ആരംഭിക്കുന്നു. താങ്ക് യു സാർ. അങ്ങനെ പുന്നമടയിൽ പൊടിപ്പൂരം, പകൽപ്പൂരം, ജയലപ്പൂരം, കൊമ്പന്മാർ കൊമ്പ് കോർക്കുവാൻ പോകുന്നു. യുദ്ധക്കളമായി മാറുവാൻ പോകുന്നു. യുദ്ധക്കളത്തിന് ഇതാ പുന്നമടയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കാട്ടുതീ പോലെ ആഞ്ഞടിക്കുകയാണ്. ഒന്നിൽ മേൽപ്പാടം, രണ്ടിൽ വീയപുരം, മൂന്നിൽ അരോമ, നാലിൽ നടുഭാഗം. ശേഷം വിവരണത്തിന് മൈക്ക് ഷൈജു ദാമോദരനിലേക്ക്. ഹൃദയമിടിപ്പുകൾ ഉയരുന്നു, ആത്മവിളികൾ കാക്കമേറുന്നു. ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരു സംഗീതമുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്. എല്ലാറ്റിനും പിന്നിൽ ഒരു പകയുണ്ട്, പോരാട്ടമുണ്ട്, മത്സരമുണ്ട്. ഒരുമയുടെ പെരുമയുടെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും തയ്യാറെടുപ്പും ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയായിരുന്നു. കണ്ണു ചിമ്മാണ്ട് ചങ്കുപിടച്ച് ഞരമ്പിലെ തീയും പിടിച്ച് ഓരോ വള്ളംകളിക്കാരനും കാത്തിരിക്കുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം. Because something special is coming today. Somebody will make immortality by the narrowest of margins. Somebody may produce a comeback that people will remember for years. Somebody will discover that brutal millimeter separating victory from heartbreak, and somebody will write their name into history. ആരാണ് ചരിത്രത്തിൽ തങ്ങളുടെ പേരെഴുതാൻ പോകുന്നത്? മേൽപ്പാടമാണോ, വീയപുരമാണോ, അരോമയാണോ, നടുഭാഗമാണോ? ഫൈനൽ 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശകരമായ ഫൈനൽ. ട്രാക്ക് 1-ൽ മേൽപ്പാടം, ട്രാക്ക് 2-ൽ വീയപുരം, ട്രാക്ക് 3-ൽ അരോമ, ട്രാക്ക് 4-ൽ നടുഭാഗം. വാട്ടർ റേസ്, വാട്ടർ റേസ്, വാട്ടർ റേസ്. ഓവർ ടു സജി. താങ്ക് യു ശ്രീ ഷൈജു ദാമോദരൻ. 72ാം നെഹ്റു ട്രോഫി മത്സരത്തിന്റെ ഫൈനൽ മത്സരം. 1-ൽ മേൽപ്പാടം, 2-ൽ വീയപുരം, 3-ൽ അരോമ, 4-ൽ നടുഭാഗം. ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി മേൽപ്പാടം പള്ളാത്തുരുത്തി ഒട്ടപ്പിന്റെ മേൽപ്പാടമെങ്കിൽ 2ാം ട്രാക്കിൽ വീയപുരം അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി ഇതാ വീയപുരം. കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ UBC കൈനഗരി ഫാൻസ് ക്ലബ്ബ് തുഴയുന്നു. 3-ൽ അരോമ, അരോമ നിലാവിന്റെ കുളിർമയുമായി അരുണോദയത്തിൽ വിടരുന്ന മലരിന്റെ മന്ദഹാസവുമായി അരോമ. 4ാം ട്രാക്കിൽ നടുഭാഗം BBC പുന്നമട, പുന്നമട വട്ടപ്പിന്റെ നടുഭാഗം. 1000 ആദിത്യന്മാർ ഒന്നിച്ചുയരുന്നത് പോലെ സമ്മോഹനമായ ഒരു വരവ്. മേൽപ്പാടവും വീയപുരവും അരോമയും ആ നടുഭാഗവും കൊനിഞ്ഞ് കൊത്തി പാഞ്ഞു വരുന്ന കാഴ്ച. എന്തൊരു ഉത്സാഹമാണ്, എന്തൊരു ഉന്മേഷമാണ്. തീരങ്ങളിൽ നിന്നുയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമാക്കി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് മേൽപ്പാടം, വീയപുരം, അരോമ, നടുഭാഗം. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ D. സജി ഹരിപ്പാട്. ആവേശകരമായ 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കലാശയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ പുന്നമടയിലൂടെ പാഞ്ഞെടുക്കുന്ന 4 പടക്കപ്പലുകൾ, 4 യുദ്ധവീരന്മാർ. ഇതാ 1-ൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, 2-ൽ വീയപുരം UBC കൈനഗരി, 3-ൽ അരോമ, അരോമ ബോട്ട് ക്ലബ്ബ്, 4-ൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്. ഒരുപോലെ ഇതാ മേൽപ്പാടം
ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ വിജയം വെറുതെയായിരുന്നില്ല എന്ന് അരോമ തെളിയിക്കുകയാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകാനുള്ള സാധ്യത ജഡ്ജസ് പറയും. ലോകം ഉറ്റുനോക്കുന്നത് അരോമയും മെയ്യപുരവും നടുഭാഗവും മേൽപ്പാടവും ഇഞ്ചോടിഞ്ച് പോരാടിയ മില്ലിമീറ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മില്ലിമീറ്റർ അതിന് പോരാടിയ ഫൈനൽ മത്സരമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇല്ല, നമുക്ക് കഴിയില്ല, നമ്മൾ പറയുന്നുമില്ല. ലോകത്തെ എല്ലാ ഫോട്ടോ ഫിനിഷ് ക്യാമറകളും ഓവർ ടു ദ തേർഡ് അമ്പയർ. അതെ, മേൽപ്പാടവും വീയപുരവും അരോമയും നടുഭാഗവും, അതെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും UBC കൈനകരിയും അരോമ ബോട്ട് ക്ലബും PVC പുന്നമടയും തമ്മിൽ പോരാടി. അത് ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. അതുപോലെ അത്ര സുന്ദരമായ പുന്നമടക്കായലിനെ കോരിത്തരിപ്പിച്ച ഒരു ഫൈനലായിരുന്നു 2026 ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ഇവിടെ അരങ്ങേറിയത്. ഇനിയും പ്രധാന പവലിയനിലേക്ക് മൈക്ക് ഞങ്ങൾ കൈമാറുന്നതിന് തൊട്ടു മുൻപ് ഈ പ്രധാന വേദിയിൽ കമന്ററി ബോക്സിൽ ഷൈജു ദാമോദരൻ, ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് D സജി ഹരിപ്പാട്, ബിനോയ് ജേത്തോട്ടക്കാട്, അതുപോലെ രാവിലത്തെ സെക്ഷനില് ഫാദർ സിറിൽ ജോസഫ് എന്നിവരായിരുന്നു. ഇനിയും ഷൈജു ദാമോദരനിലേക്ക് മൈക്ക്. ആവേശഭരിതമായ ടാറ്റ മോട്ടോഴ്സ് 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഏറ്റവും തീപ്പൊരി പോലെയുള്ള ഒരു ഫിനിഷ് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഫൈനൽ മത്സരം ഇഞ്ചോടിഞ്ച്, സെന്റിമീറ്ററോട് സെന്റിമീറ്റർ, മില്ലിമീറ്ററോട് മില്ലിമീറ്റർ. ആരാണ് ജേതാവെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം, ക്യാമറ കണ്ണുകൾക്ക് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത വിധം വേഗത്തിന്റെ എല്ലാ സെക്കൻഡ് സൂചികളെയും തോൽപ്പിച്ച 72ാമത് നെഹ്റു ട്രോഫിക്ക് ഇതിൽ പരം ഒരു സമാപന ദൃശ്യമില്ല. സമ്പൂർണ്ണമാണ് നെഹ്റു ട്രോഫി. ഓരോ വള്ളംകളി പ്രേമിയുടെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിന് ഒരിക്കൽ കൂടി നന്ദി. കമന്ററി ബോക്സിൽ നിന്നും ടാറ്റ മോട്ടോഴ്സിന് വേണ്ടി ടാറ്റ, ബൈ ബൈ. ഒരേ താളം, ഒരേ ലക്ഷ്യം. One rhythm, one goal. ഓരോ കുതിപ്പും വിജയത്തിലേക്ക്. Every leap towards victory. Champions on water, champions on road. 72ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് അരോമ ചുണ്ടൻ. അല്പസമയത്തകം ഫോട്ടോ ഫിനിഷ് നമ്മൾ കണ്ടതാണ്. വള്ളംകളിയിൽ സീസണിലെ ആദ്യ മത്സരമായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് അരോമ ചുണ്ടൻ. മികച്ച തുടക്കം കുറിച്ചുകൊണ്ടാണ് പുതിയ ചുണ്ടനും ബോട്ട് ക്ലബ്ബുമായ അരോമ നെഹ്റു ട്രോഫിയിലേക്ക് എത്തുന്നത്. അരോമ ബിസിനസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന അരോമ ചുണ്ടൻ നീരണിഞ്ഞത് ഈ വർഷമായിരുന്നു. എന്തായാലും 72ാമത് നെഹ്റു ട്രോഫിയിൽ ആവേശോജ്വലമായ ഫോട്ടോ ഫിനിഷിലൂടെ അരോമ ചുണ്ടൻ ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുന്നു. നെഹ്റു ട്രോഫി കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു അരോമ ചുണ്ടൻ. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. അരോമ ബിസിനസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന അരോമ ചുണ്ടൻ നീരണിഞ്ഞത് ഈ വർഷമായിരുന്നു. അരോമ ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ അരോമ ചുണ്ടനിൽ തുഴയുന്നത്. ആ ഫോട്ടോ ഫിനിഷ് മത്സരങ്ങളൊക്കെ തന്നെ ആവേശകരമായ, പുന്നമടയെ തീ കത്തിച്ചുകൊണ്ടുള്ള ആ മത്സരങ്ങളൊക്കെ തന്നെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. എന്തായാലും അരോമ 72ാമത് നെഹ്റു ട്രോഫി അരോമ സ്വന്തമാക്കിയിരിക്കുന്നു. ആവേശോജ്വലമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കൊല്ലം സ്വദേശിയായ അരോമ ഗ്രൂപ്പ് ചെയർമാൻ PK സജീവാണ് അരോമ ക്ലബിന്റെ പ്രസിഡന്റ്. സജീഷ് കുറുപ്പ് സെക്രട്ടറി, അനീഷ് എന്നിവരാണ് ഇതിന്റെ പ്രധാന നേതൃത്വം നൽകുന്ന മറ്റുള്ളവർ. കഴിഞ്ഞ വർഷം കാരിച്ചാൽ ചുണ്ടന്റെ ക്യാപ്റ്റനായിരുന്ന PK സജീവന്റെ മകനും സിനിമാ നടനുമായ രഞ്ജിത്ത് സജീവനും കുടുംബത്തിനും വള്ളം കളിയോട് താല്പര്യമുണ്ടായതോടെയാണ് സ്വന്തമായി ചുണ്ടനും ക്ലബ്ബും ഇതോടെ സജ്ജീകരിക്കുകയായിരുന്നു. ഇതാണ് അരോമയുടെ ഒരു പ്രത്യേക ചരിത്രം. ആദ്യ സീസണാണ് ചമ്പക്കുളം വള്ളംകളി. വിജയിയാണ് അരോമ ചുണ്ടൻ. 72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആവേശത്തിൽ കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് അരോമ ചുണ്ടൻ. പുന്നമടയെ കത്തിച്ചുകൊണ്ട് ഫോട്ടോ ഫിനിഷ് എത്തിയിരിക്കുന്നു. ഫൈനലിൽ എത്തി. മേൽപ്പാടം, നടുഭാഗം, വിയ്യപൂരം എല്ലാവരെയും പിന്തള്ളിക്കൊണ്ടാണ് അരോമ കപ്പിൽ മുത്തമിട്ടത്.